പത്തനംതിട്ടയിൽ ആര് വാഴും ആര് വീഴും? കേരളത്തിലെ തന്നെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ എന്നീ ലോകസഭാ മണ്ഡലങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്തനംതിട്ട എന്ന് തന്നെ ഇതിൽ വളരെ വ്യക്തമായ സൂചനകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ശബരിമലയോട് അനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങളും അതിൽ LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും ഒക്കെ ഇൻവോൾവ്മെൻറ്റുമാണ് ശക്തമായ ഒരു മുന്നേറ്റത്തിന് ഇവിടെ കാരണമായിരിക്കുന്നതെന്നാണ് പറയുന്നത്. തങ്ങളുടെ വനിതാ മതിലും അതുപോലെ തന്നെ നവോത്ഥാന പ്രവർത്തനങ്ങളും അതുമല്ലെങ്കിൽ വീണ ജോർജ് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വോട്ടായി മാറുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് LDFും CPMും ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ 8% വോട്ട് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2014 66% വോട്ടിംഗ്, എന്നാൽ ഇപ്പോൾ അത് 8% കൂടി 74%. ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 10 ലക്ഷത്തിലധികം ആൾക്കാർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ അഥവാ 7 മണിക്ക് ശേഷം കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നത്. ഇതിൽ വനിതകൾ 5,13,199 പേരും പുരുഷന്മാർ 4,81,065 പേരുമാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വനിതകൾ തന്നെയാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. അതുപോലെ തന്നെ പുതുതായി വന്ന വോട്ടേഴ്സിൽ യുവാക്കളുടെ സാന്നിധ്യമാണുള്ളത്. അപ്പോൾ യുവാക്കളെല്ലാം തന്നെ BJPക്ക് വോട്ട് രേഖപ്പെടുത്തുമെന്ന് BJP കേന്ദ്രങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വനിതകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ വോട്ടിടാൻ വനിതകൾ കൂടുതലായി എത്തിയത് ശബരിമല വിഷയത്തോടെ ആണ് എന്നൊരു വിശ്വാസവും BJP ക്യാമ്പുകളിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. അതുപോലെ തന്നെ CPMും വിചാരിക്കുന്നു വീണ ജോർജിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ മോദിയുടെ ഭരണ പരാജയങ്ങളാണ് അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിനോടുള്ള കാഴ്ചപ്പാടാണ്, കേന്ദ്ര ഭരണത്തിനോടുള്ള എതിർപ്പാണ് വോട്ടായി തങ്ങളുടെ പെട്ടിയിൽ എത്തിയിരിക്കുന്നതെന്ന് CPMും ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിക്കുമെന്നും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമെത്തുമെന്നും അതോടെ കേരളത്തിന് പ്രത്യേകമായ ഒരു പരിഗണന ലഭിക്കുമെന്നുമുള്ള വിശ്വാസത്തിലാണ് കൂടുതൽ പേരും വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നു. എന്തായാലും ചില അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. ആര് ജയിക്കും അല്ലെങ്കിൽ ആര് തകരും അല്ലെങ്കിൽ ആര് മുന്നേറുമെന്ന് അടുത്ത മാസം 23 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പ്രചരണങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് BJP തന്നെയാണ്. ശബരിമല പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തെ ഒന്നിപ്പിക്കുന്നതിലും BJP വളരെ തന്ത്രപരമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചടുലപരമായ നീക്കങ്ങളാണ് നടത്തിയത്. ഒരുപക്ഷെ LDF ഗവൺമെൻറ് ശബരിമല വിഷയം ഹാൻഡിൽ ചെയ്ത രീതി ശരിയല്ല എന്നുള്ളത് CPMിലെ തന്നെ ഉന്നത നേതാക്കന്മാരിൽ പലരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയായാലും ഈ അടിയൊഴുക്ക് എങ്ങോട്ടാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഒന്നുറപ്പുണ്ട്, ഒരു അട്ടിമറിയുടെ ഒരു സാധ്യത പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണ പരാജയങ്ങൾ, അതായത് GSTയിലെ പോരായ്മകൾ അല്ലെങ്കിൽ നോട്ട് നിരോധനം മൂലം ജനങ്ങൾ നേരിട്ട കഷ്ടതകൾ അല്ലെങ്കിൽ റഫാലിൽ മോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ കർഷക ആത്മഹത്യ, ഇതൊന്നും തന്നെ നമ്മുടെ LDFിനോ അല്ലെങ്കിൽ UDFിനോ ഒന്നും ഇവിടെ കാര്യമായി എത്തിക്കാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് ഒരു സത്യം. ശബരിമല വിഷയവും അല്ലെങ്കിൽ വനിതാ മതിലും മറ്റുമൊക്കെയാണ് ഇവിടെ ഏറ്റവും മുന്നിട്ട് നിന്ന പ്രചാരണ തന്ത്രങ്ങൾ എന്നുള്ളത് BJPയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ശബരിമല വിഷയത്തിൽ അനുകൂല നിലപാടെടുത്ത UDFിനും ഏകദേശം മികച്ച ഒരു ചാൻസ് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതുപോലെ തന്നെ ശബരിമലയോടൊപ്പം PC ജോർജിന് വളരെ സ്വാധീനമുള്ള ചില മണ്ഡലങ്ങൾ ഇവിടെയുണ്ട്, ഈ ലോകസഭാ മണ്ഡലത്തിലുണ്ട്. സോ PC ജോർജിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ശബരിമല പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ അടുത്ത ഇലക്ഷന് തൊട്ട് മുമ്പ് 2-3 ദിവസം മുമ്പ് ഇവൻ കൊട്ടിക്കലാശ സമയത്തൊക്കെ നടന്ന അക്രമ സംഭവങ്ങളിൽ CPM പ്രതിസ്ഥാനത്തായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് CPM ഉണ്ടായിരുന്നു, മറുഭാഗത്ത് SDPIയും BJPയും BJDSും UDFും കോൺഗ്രസും ഒക്കെ ആയിരുന്നു. പക്ഷേ അതിലൊക്കെ CPMൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് ഒരു തിരിച്ചടിയായി തന്നെയാണ് രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നത്. അത് CPM പറയുന്നു അത് ഒരു ആസൂത്രിതമായ നീക്കമായിരുന്നു, അവരെ അണികളെ
പെടുത്തിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ മുന്നിൽ അക്രമ രാഷ്ട്രീയം വളരെ വളരെ ഒരു 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 വളരെ കഷ്ടമായ അല്ലെങ്കിൽ അത് മാറ്റേണ്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ ശബരിമല പ്രശ്നവും അതുപോലെ CPM-ൻ്റെ അക്രമ രാഷ്ട്രീയവും PC ജോർജിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ സുരേന്ദ്രൻ്റെ ജനപ്രീതിയും എല്ലാം തന്നെ BJP-യുടെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രാഹുൽ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ വരവും വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും അല്ലെങ്കിൽ ഭരണം കിട്ടിയാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുമുള്ള ആ ഒരു ചിന്ത കോൺഗ്രസിനും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വോട്ട് ഇവിടെ നടന്നതെന്നും അത് കോൺഗ്രസ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ആൻ്റണി വിജയിക്കുമെന്നുമൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും മൂന്ന് മുന്നണികൾക്കും അവരുടേതായ വിലയിരുത്തലുകളും ജസ്റ്റിഫിക്കേഷനും ഒക്കെയുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു വലിയൊരു അടിയൊഴുക്ക് തന്നെ ഇവിടെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു അട്ടിമറി തന്നെ ഇവിടെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏത് മുന്നണി ജയിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് വരെ വളരെ കുറച്ച് ശതമാനം വോട്ട് മാത്രമേ BJP-ക്ക് കിട്ടുകയുള്ളൂ എന്ന് പ്രതീക്ഷിച്ച പത്തനംതിട്ടയിൽ ഇപ്പോൾ BJP വെന്നിക്കുടി പാറിക്കുമോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി നമ്മുടെ പത്തനംതിട്ട മാറിക്കഴിഞ്ഞു. എന്തൊക്കെയായാലും കാത്തിരുന്ന് കാണാം. അടുത്ത മെയ് 23 പത്തനംതിട്ടയിൽ ആരാണ് കിരീടവും ചെങ്കോലും വയ്ക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോടെ കേരള ചരിത്രത്തിൽ തന്നെ എന്തൊക്കെ രാഷ്ട്രീയ ഗതിവിഗതികളാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. എന്തൊക്കെയായാലും നമുക്ക് അതുവരെ കാത്തിരിക്കുക തന്നെ ചെയ്യാം. വീണ്ടും ഒരു പുത്തൻ ന്യൂസ് അപ്ഡേറ്റുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നു. അതുവരേക്കും ഗുഡ് ബൈ.